ഹായ്. ആലപ്പുഴയിൽ വന്നിട്ട് പിന്നെ ആലപ്പുഴ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ? അപ്പം ഞങ്ങൾ ഈ പോകുന്നത് എങ്ങോട്ടാന്ന് മനസ്സിലായി. കക്ക വാരിയിട്ട് കക്ക പൊളിക്കുന്നത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞു തരാനാണ്. അതേ കക്ക കിട്ടിയത് കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ ആ വള്ളത്തിലിട്ട് കക്ക കൊണ്ടുവരുന്നുണ്ട്. രണ്ട് വളമാണ്. അപ്പോൾ ഒന്ന് നേരത്തെ പോയി. അപ്പം ഇത് ദേ കണ്ട അവർ കക്ക വാരിയിട്ട് കൊണ്ടുവരികയാണ്. ഇനി ഇതിനെ പുഴുങ്ങി പൊളിച്ച് കക്കയിറച്ചി എങ്ങനെ എടുക്കുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ പോയിട്ട് ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും സൗണ്ടൊക്കെ പോയി. ഇപ്പം ഇങ്ങനെയായി കിടക്കുന്നുണ്ട് സൗണ്ട്. ഇനി നമുക്ക് ഇത് പൊളിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. ഇതാ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കക്ക കണ്ടില്ലേ? ഇത് എത്രയാണ് കക്ക കിടക്കുന്നത്. നിറയെ കക്കയാണ്. അപ്പോൾ മക്കൾക്ക് ഇത് ഓരോന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവർക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല എങ്ങനെയാന്ന് ഒരു അടിപൊളിയല്ലേ. അപ്പോൾ അവിടെ അപ്പുറത്ത് കണ്ടില്ല ഹൗസ് ബോട്ടിൻ്റെ പണി നടക്കുകയാണ്. ഇനി നമുക്കത് പുഴുങ്ങുന്നിടത്തേക്ക് പോവാം. അപ്പോൾ ഇത് ഇവിടെ നിറയെ കുറേ സ്ഥലത്തിലായിട്ട് കക്ക പുഴുങ്ങിയിട്ട് അതിൻ്റെ ഇറച്ചി എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ ഓരോ സ്ഥലത്തായിട്ട് കുറച്ച് ചേച്ചിമാർ, 2 ചേച്ചിമാരോ അല്ല ഒരു ചേച്ചിമാരായിട്ട് പുഴുങ്ങലും എടുക്കലും ഒക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടുന്ന് നോക്കാം. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതവിടെ കണ്ട അവരൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കക്ക അതായത് കണ്ടത് ഇതുപോലെ നല്ല തീയിൽ അടുപ്പത്തിട്ട് വെള്ളത്തിൽ പുഴുങ്ങണം. പുഴുങ്ങുന്നത് ഇങ്ങനത്തെ ചകിരി വെച്ചിട്ട്, ചകിരിയുടെ ഒരു പൊടികളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് പുഴുങ്ങുന്നത്. പുഴുങ്ങിയതിന് ശേഷം അതാ കോരി ഒരു പാത്രത്തിലേക്ക് ഇടും. പിന്നെ അത് ഇതിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു നെറ്റാണ്, അതിൻ്റെ അടിയിലേക്ക് കക്ക ഇറച്ചി മാത്രം വീഴും. തൊലി ഇപ്പുറത്തേക്ക് തട്ടോട്ടിട്ട് ഈ തോട് കക്കയുടെ അത് വേറെ കൊണ്ടുപോകും. അപ്പോൾ അത് അവിടെയൊക്കെ ഇതേപോലത്തെ സംഭവങ്ങളാണ് നടക്കുന്നത്. ഇതാ കണ്ട അവിടെയൊക്കെ ഉണ്ട് കുറേ സ്ഥലങ്ങളാണ്. ഇപ്പം മക്കൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. കക്കിറച്ചി കിട്ടാറുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവങ്ങളൊന്നും അറിയില്ല എല്ലാവർക്കും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അവിടെയൊക്കെ ഉണ്ടാ അവിടെ നിന്ന് ഈ കക്കിറച്ചി എടുത്തിട്ട് പിന്നെ അത് ഇതേ വെള്ളത്തിൽ ഇങ്ങനെ കഴുകിയിട്ട് അതിൻ്റെ ഇറച്ചി മാത്രം, കാരണം ഇത് ഇങ്ങനെ ഇളക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്നും ചിലപ്പോൾ കുഞ്ഞു തോടുകളും വീഴും. അപ്പോൾ അതാ ഇവിടെ നിന്ന് ഞങ്ങൾ കക്കിറച്ചി വാങ്ങി പിന്നെ നേരെ വീട്ടിലേക്ക് കേട്ടോ.